പരീക്ഷാ ചോദ്യപേപ്പർ ചർച്ച തടയുന്നതിനുള്ള ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചു. ബില്ലിന്മേലുള്ള ചർച്ച പുരോഗമിക്കുകയാണ്. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയിൽ രാജ്യസഭയിലും ആഭ്യന്തരമന്ത്രിക്കെതിരെ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. അതിനിടെ വന്ദേമാതരം ബിൽ ലോക്സഭയിലും പാസായി. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. പാർലമെന്റിൽ സുപ്രധാന ബില്ലുകൾ ചർച്ചയ്ക്കെടുക്കുന്ന ദിവസവും ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും സഭയിലെത്താത്തതാണ് പ്രതിപക്ഷ പ്രതിഷേധത്തിന് ഇന്നും കാരണമായത്. പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ആരംഭിച്ചതോടെ ലോക്സഭയും രാജ്യസഭയും ഇന്നും ഒന്നിലേറെ തവണ നിർത്തിവെക്കേണ്ടി വന്നു. വിദ്യാർത്ഥികളെ തല്ലിച്ചതയ്ക്കാൻ ഉത്തരവിട്ട ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യത്തിൽ പ്രതിപക്ഷം ഉറച്ചുനിന്നതോടെ സഭകൾ പ്രക്ഷുബ്ധമായി. मैंने कई बार सदन के सभी माननीय सदस्यों से आग्रह किया है प्रश्नकाल പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിലും ലോക്സഭയിൽ 15 മിനിറ്റ് കൊണ്ട് വന്ദേമാതരം ബില്ല് പാസാക്കിയെടുക്കാനായി എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നേട്ടം. 2:20 സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാണ് അംഗങ്ങൾക്ക് ബില്ലിന്റെ പകർപ്പ് നൽകിയത്. ഇന്നലെ രാജ്യസഭ പാസാക്കിയ ബില്ല് 3:30 ലോക്സഭ ചർച്ചയ്ക്കെടുത്തു. കേന്ദ്ര സർക്കാരിനെതിരെ DMK MP കനിമൊഴി ആഞ്ഞടിച്ചു. രാജ്യവിരുദ്ധരാണ് ഇത്തരം ബില്ലുകൾ കൊണ്ടുവരുന്നതെന്നായിരുന്നു DMK MPയുടെ ആരോപണം. വന്ദേമാതരം ബില്ല് പാസാക്കി ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. അതേസമയം രാജ്യസഭയിൽ ഇന്ന് സുപ്രധാനമായ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനുള്ള ഭേദഗതി ബില്ലായിരുന്നു ചർച്ചയ്ക്കെടുത്തത്. 10 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചർച്ചയ്ക്ക് അംഗങ്ങളുടെ സഹകരണം രാജ്യസഭാ അധ്യക്ഷൻ ആവശ്യപ്പെട്ടു. ആദ്യമായി സംസാരിക്കാൻ എഴുന്നേറ്റ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ കേന്ദ്ര സർക്കാരിനെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും കടന്നാക്രമിച്ചു. होम मिनिस्टर हो, लॉ एंड ऑर्डर देखते हो, इतना होने के बावजूद भी गड़बड़ी होने के बाद आपका मुंह भी नहीं खुल रहा. क्या कोई स्टिच कर दिया? क्या मुंह को बंद कर दिया? മനുസ്മൃതിയെക്കുറിച്ചും ഖാർഗെ പരാമർശിച്ചതോടെ ട്രഷറി ബെഞ്ചിൽ നിന്ന് 2 മന്ത്രിമാർ എഴുന്നേറ്റ് നിന്ന് ഖാർഗെയുടെ പ്രസംഗം തടസ്സപ്പെടുത്തി. यह सिवाय इसके कि हाउस को डिसरप्ट किया जाए, हाउस को बाधित किया जाए और हाउस न चलने दिया जाए, इसी में उनका सारा ध्यान है. And leader of the house represents entire house, and that part we will always ensure from our side rise and object, otherwise leader of opposition is always given due respect. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള പ്രതിഷേധങ്ങൾക്കിടയിലും ലോക്സഭയിൽ നടപടികൾ പുരോഗമിച്ചു. ഇന്ന് രാത്രി വരെ ഇരുന്നെങ്കിലും ബില്ല് പാസാക്കിയെടുക്കാൻ തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. ക്യാമറമാൻ ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.